ചടങ്ങൊന്നും വേണ്ടെന്ന് പറയേണ്ടതായിരുന്നു. അല്ല, ഉച്ചണത്തിന് വരണമല്ലേ, ചാവണമെങ്കിൽ ചാവട്ടെന്ന് വിചാരിച്ചാണ്. ഞാൻ ചാടി ചാവണത് ലൈവായിട്ട് കാണാൻ വന്നതാ. കേശു, ഇന്ത്യയിൽ ഫോണുണ്ട്. ലൈവായിട്ട് ഇടതാ, നാട്ടുകാരെ കൂടെ കാണിച്ചോളി ഞാൻ ചാടി ചാവണത്. കേശു, നീ എൻ്റെ കൂടെ ചാടല്ല. പിന്നെ എനിക്ക് എന്താ ജീവനെ കൊതിയുണ്ട്. മാത്രമല്ല നേരത്തെ ചാടിയതിന്റെ ക്ഷീണം നേരിട്ട് മാറിയിട്ടില്ല. അതെ, ചാടുവാണെങ്കിൽ ആരെന്ന് വെച്ചാൽ ചാടി രക്ഷപ്പെടുത്ത്, പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. എനിക്കാണ് നീന്താനും അറിയില്ല. എനിക്ക് നീന്താനും അറിയാം, രക്ഷിക്കാനും അറിയാം. പക്ഷെ ഈ കേസ് ഞാൻ ഏറ്റെടുക്കൂല. വേണ്ട, ശങ്കരൻ ചാടിക്കോളാം. എൻ്റെ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും തന്നെ അടക്കണം. ഞങ്ങളാരും എടുക്കില്ല, ഫയർഫോഴ്സ് വന്നെടുത്തോളൂ. ബോഡി ആരെടുത്താലും ആര് നാട് കൊണ്ടുപോകില്ല. ഇതൊക്കെ പാഴ്ചല വേണ്ട. ഇനി ആംബുലൻസ് വിളിക്കണം, നിങ്ങളെ ബോഡി കൊണ്ടുപോകണം. അതിനുള്ള കാശൊന്നും ഇവിടെ ആരുടെയിലും ഇല്ല. പിന്നെ സഞ്ചാനം 16, 41 ഒരു ചടങ്ങും നടത്തി പോകരുത്. ആരും ഇടിയും വേണ്ട. ആർക്കും അതിനുള്ള നേരവും ഇല്ല. അങ്ങനെ എൻ്റെ പേരിൽ ആരും ഇവിടെ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കണ്ട. വേണമെങ്കിൽ അതും ആഘോഷിക്കാൻ ശങ്കര. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. അമ്മ கொஞ்சம் சும்மா இருங்க மாமா, இப்படி எல்லாம் பண்ணாதீங்க மாமா, அதனால தானே இப்படி எல்லாம் சொல்றாங்க. ഇല്ല കനകം, എനിക്ക് ആരും ഇല്ല കനകം. ഞാൻ പോവേണ്. പക്ഷെ ഒരു കാര്യം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോ ഒന്നും അവിടെ തൂക്കരുത്. പിന്നെ നിന്നെ ഞങ്ങൾ കണ്ടോണ്ടിരിക്കണോ? നീ പേടിക്കണ്ട, നിന്റെ ഫോട്ടോ ഞങ്ങൾ തൂക്കത്തില്ല കേട്ടോ. അമ്മ கொஞ்சம் அமைதியா இருங்கம்மா. മാമ இப்படி எல்லாம் பண்ணாதீங்க, நீங்க வாங்க. എന്റെ കൈ വിട്. എന്തിനാണ് കനകം മരിക്കാൻ പോണ ഒരാളെ നിരാശപ്പെടുത്തണം? അങ്ങനെ പോയി മരിക്കട്ടെന്ന്. ഞാൻ ചാവാൻ കാരണം നീ ഒറ്റ ഒരുത്തനാണ്. അതെന്ത്? അപ്പൂപ്പ വന്നപ്പോ മുതല് പറയുവാണ്, എന്തോന്ന് പറ കാര്യം. മക്കളെ, എന്റെ മോളെ ജീവിതം ഇവൻ തകർത്ത്. இந்த ஜெயந்த அண்ணா என்ன பண்ணினாரு சொல்லுங்க. കൊറേ നേരം ആയില്ലേ അണ്ണ, പറ കാര്യം. അതെനിക്ക് പറയാൻ മടിയാണ്. ഇതെന്തോന്ന് സസ്പെൻസാ അണ്ണ? കാര്യം എന്തോന്ന് പറ അണ്ണ, എന്നിട്ട് ചാടിയാ മതി അണ്ണ. പറയാം. ഇവൻ പണ്ട് നടോടിയായിരുന്നില്ലേ? ഇവൻ ഇന്ന് കാസർഗോഡാണെങ്കിൽ നാളെ അവൻ കോയമ്പത്തൂര്. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ തരും, ഓരോ ദിവസം കറങ്ങി വന്ന് നടക്കും. വീട്ടിലെ കാര്യങ്ങളൊന്നും ഇവ അന്വയിക്കില്ല. അതെ, എന്റെ ജോലിയുടെ ഭാഗോ. ഞാനൊരു പൊതുപ്രവർത്തകനാ. നാട്ടിലെ പട്ടിണിപ്പാവങ്ങളുടെ വിഷയം പഠിച്ച് അവതരിപ്പിക്കലാണ് എന്റെ പടി. നിന്റെ ഭാര്യ പട്ടിണി ഇവിടെ കിടക്കുന്നതിൽ കുഴപ്പമില്ല, നാട്ടുകാര് പട്ടിണി കിടക്കണാണ് നിനക്ക് പ്രശ്നം. അതുതന്നെ ഉങ്ങളോട് പ്രശ്ന അല്ല. പിന്നെ എന്തോന്നാണ് പ്രശ്നം അണ്ണ, അത് പറ. ഇവന്റെ നാട്ടുകാര് കാക്കപ്പറമ്പുകാര് എന്റെ അടുത്തൊരു സത്യം പറഞ്ഞു. സത്യോ? എന്ത് സത്യം? ഏതോ ഒരു മലയിൽ ഏതോ ഒരു അന്യമതക്കാരിയുമായിട്ട് ഇവന് ബന്ധമുണ്ട്. അതിൽ ഒരു കുട്ടിയും ഉണ്ട്. அப்படியா? உங்களுக்கு சின்ன வீடு இருக்கா? ആര് പറഞ്ഞാ നിങ്ങൾ പറയണത്? നിന്റെ നാട്ടുകാർ പറഞ്ഞത്. അത് എതിര് പാർട്ടിക്കാർ പറഞ്ഞു പരത്തണ. എടാ, അത് സത്യമാണടാ. എന്താണ് ഈ പറഞ്ഞു പരത്തണത്? ഞാൻ ചാകാം, നിങ്ങൾ ചാകണ്ട. നീ എവിടെ പോണ? ഞാൻ ചാകും. അപവാദം പറഞ്ഞു പരത്തണ. ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? വിട്ടോളെ. ഈ അപവാദവും ഒന്ന് നിർത്തോ, കുറെ നേരമായി. അമ്മായി, നമുക്കൊരു കാര്യം ചെയ്യാം. ടോസ് ഇടാം. ഹെഡ് വീണ അങ്കിള് ചാടണം, തേല് വീണ അപ്പൂപ്പൻ ചാടണം. എന്റെ പൊന്നു പാറു, ഹെഡും ടേലൊന്നും വേണ്ട. ഇങ്ങനെ ഇങ്ങോട്ട് പിടി, ഇങ്ങനെ തലയ്ക്ക് വേണമെന്നും പറയാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.